HSN കോഡ് എന്താണെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതറിയാവുന്നവർ ഈ വീഡിയോ കാണണ്ട. അപ്പോൾ HSN കോഡ് എന്താണെന്ന് ഒരുപാട് ആളുകൾക്ക് അറിയില്ല എന്നുള്ളത് എനിക്ക് ഈ ഒരു അടുത്ത കാലത്താണ് മനസ്സിലായത്. നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിചാരിച്ച എല്ലാവർക്കും അറിയാം എന്നൊക്കെ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ദയവ് ചെയ്ത് ഇത് നിങ്ങൾ ബാക്കിയുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമെൻക്ലച്ചർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഈ ഇത്രയും വലിയ ഫുൾ ഫോം ഒന്നും കണ്ട് നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട. അത് അത്രയും വലിയ സംഭവമൊന്നുമല്ല. HSN കോഡ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനെ നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തോ ഒക്കെ ഒരുമിച്ച് അറിയപ്പെടാൻ വേണ്ടി ഒരു നമ്പറിൽ വിളിക്കപ്പെടുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അതായത് ഈ ടീഷർട്ടിനെ HSN കോഡിൽ 6109 എന്ന് വിളിക്കുന്നു. അത് തന്നെയായിരിക്കും പല രാജ്യത്തും വിളിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൈതച്ചക്ക, പൈനാപ്പിൾ, അതിന് പല സ്ഥലത്തും പല പേരാണ് അല്ലേ? നിങ്ങളുടെ നാട്ടിൽ തന്നെ പേര് കൈതച്ചക്കയ്ക്ക്, പൈനാപ്പിളിന്? കോട്ടയത്ത് തന്നെ പേര് കൈതച്ചക്ക എന്നാണോ? പൈനാപ്പിൾ എന്നാണ് പേര്. അവിടെ പൂനെയിൽ എന്താ സ്നേഹ പേര്? പൂനെ മേ ക്യാ ബോല? അനാനസ്. ഓക്കെ, നിൻ്റെ നാട്ടിലോ കൈതച്ചക്കയാണോ? ആണോ? വേറെ പേരൊക്കെ ഇല്ലേ? പൈനാപ്പിൾ എന്ന് പറയും അല്ലേ? ഓക്കെ, പൈനാപ്പിൾ ഇംഗ്ലീഷ് പേരാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പല പേരുകളുണ്ടാവും. അപ്പോൾ ആ പേരുകൾക്കെല്ലാം പകരം ഒരു നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പൂനെയിലും കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെ ഒരേ പേരായിരിക്കും. അപ്പോൾ ആ ഒരേ പേര് വരുമ്പോൾ പല രാജ്യങ്ങളിലേക്ക് നമുക്ക് ഈ പ്രോഡക്റ്റിനെ ഈ നമ്പർ ഇട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ കുറേ പ്രശ്നങ്ങളങ്ങ് ഒഴിവായി കിട്ടും. എന്താണെന്ന് മനസ്സിലാവാതെ വരുന്ന പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. ഈ നമ്പർ ഇട്ട് തന്നെയായിരിക്കും അതിന് എത്ര പെർസെൻറ്റേജ് ടാക്സ് ഉണ്ട്, അതിന് എത്ര പെർസെൻറ്റേജ് ക്ലിയറൻസ് ടാക്സ് ഉണ്ട്, ഇമ്പോർട്ട് ചെയ്തൊരു ഡ്യൂട്ടി നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ അതിന് എത്ര പെർസെൻറ്റേജ് ക്ലിയറൻസ് ടാക്സ് ഉണ്ട്, ഇങ്ങനെയെല്ലാം തീരുമാനിക്കുന്നത് ഈ നമ്പറിൽ തന്നെയായിരിക്കും. സാധാരണ 4 ലെറ്റർ, 6 ലെറ്റർ, 8 ലെറ്ററൊക്കെയാണ് HSN കോഡ് കാണുക. ചില രാജ്യങ്ങൾ പറയും 12 ഡിജിറ്റ് HSN കോഡ് എഴുതണമെന്ന് പറയും. അവർ ഫ്യൂച്ചർ കണ്ടാണ് അവരത് പറയുന്നത്. അപ്പോൾ നമ്മൾ HSN കോഡ് കഴിഞ്ഞിട്ട് വെറുതെ 0 ആഡ് ചെയ്ത് കൊടുത്താണ് അത് ഫുൾഫിൽ ചെയ്യുക. അപ്പോൾ ഇതാണ് HSN കോഡ്. അപ്പോൾ എക്സ്പോർട്ട് ബേസിക് ക്ലാസ്സിൽ ഈ HSN കോഡ് എന്താണെന്ന് ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അറിയാനില്ലാത്ത ആളുകൾക്കുണ്ടെങ്കിൽ അതും അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം കൂടെ, ഈ ഇൻഫർമേഷൻ കൂടെ പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും നുറുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരാം. ശരി.